സുന്മാതലവൻ 371 ശ്രീ ഗുരുവേ ഗുരുക്കന്മാരെ വാഴ്ക. ഓംകാരം വാഴുക, 2 ശിവനും ശക്തിയും വാഴുക, 3 ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാര് വാഴുക, 4 കൊല്ലം മലവർ വിധം വാഴുക, 5 പഞ്ചഭൂതങ്ങൾ 5 വാഴുക, 6 ആധാരം വാഴുക, 7 അക്ഷരങ്ങളും വാഴുക, 8 അഷ്ടദിക്ക് ബാലകന്മാര് വാഴുക. ശക്തി വാഴുക, 10 ഗണപതി വാഴുക, 11 രുദ്രൻ വാഴുക, 12 12 കതിരാദിത്യന്മാരും വാഴുക. ആയതിനകത്ത് രാവില്ല പകലില്ല മഞ്ഞില്ല വാരിയില്ലാതെ കണ്ടു നിലനിൽക്കുന്നു ഒരു കാലത്ത് ശ്രീ മഹാദേവൻ ഗണപതി എന്ന് തോന്നപ്പെട്ടു. ഗണപതി തന്റെ കൊമ്പ് കൊണ്ട് കുത്തിയർത്തിയ മേലും മേലേർന്ന മേലാകാശം വാഴുക, കാലുകൊണ്ട് ചവിട്ടിയിരത്തിയ കീഴ്ഭൂമി എന്ന ധനിക മണ്ഡപം വാഴുക. മേലും മേലേർന്ന മേലാകാശത്ത് എന്തെല്ലാമുള്ളോരോ അന്നമ്പലങ്കാരങ്ങൾ വാഴുക. പകലേക്ക് പകലുടയ സൂര്യഭഗവാൻ വാഴുക, രാവുക്ക് രാവുടയ ചന്ദ്രഭഗവാൻ വാഴുക, 4 കോൽമീൻ നഗര നക്ഷത്രാദികളും വാഴുക, ഇന്ദ്രാദി മന്ത്രാദി ദേവഗണങ്ങളും വാഴുക. കീഴ്ഭൂമി എന്ന ധനിക മണ്ഡപം വാഴുക, കീഴ്ഭൂമി ധനിക മണ്ഡപത്ത് ചെമ്പുമോര് കമഴ്ത്തുന്നു, ചെമ്പിന്നെന്താഴമുളച്ചിടുന്ന ദശപുഷ്പമ്പത്തിനെയും പറിച്ചിട്ട് ആരാധിച്ചു നിൽക്കുന്ന ശ്രീ സുബ്രഹ്മണ്യനുണ്ണി ഗണപതി മഹാഗണപതി സരസ്വതി ദേവിയും വാഴുക. ഇതിനകത്ത് 8,800,000 വാഴുക, കൊച്ചി കൊടങ്ങല്ലൂർ വാഴുക, ആലുവ വെട്ടത്തൂര് വാഴുക, മുകുന്ദപുരം ദേവരം വാഴുക. വിളിക്കുമ്പോൾ കൂടുതൽ വിളി കേൾക്കും ഇരികാലക്കുട കൂടൽ മാണിക്യപ്പ കുലയാണ്ടവര ദേവത വാഴുക. ഔണ്ടച്ചാലിലെ ചെന്ന് കുളി കഴിഞ്ഞു, എത്തിക്കോട്ട് മുല്ലക്കൽ ചെന്ന് ആദ്യം കഴിഞ്ഞു, തെക്കിനിയേടത്തെ പള്ളിയറയിൽ പള്ളി നിദ്ര തുകലേ ഉറങ്ങുക. തുകലാണ്ടപുത്രനെ ബ്രഹ്മാണ്ടകപാലൻ വാഴുക, പടയ്ക്കും കുടയ്ക്കും മടകിയ പടയുടെ പൊന്ന നമ്പേക്കനും വാഴുക. ആയതിനകത്ത് ചോറ് കുറ്റി വാഴുക, തുടത്ത് നൂലക്ഷരങ്ങൾ വാഴുക, മണ്ണിന്മേൽ മഹാജനങ്ങളും വാഴുക, പുല്ലിന്മേൽ പുഷ്പം വാഴുക, ശരിചന്ദ്രാദിത്യന്മാരും വാഴുക. താനെന്ന് തോന്നപ്പെട്ട തോന്നിയാർകാവിലമ്മ ലോകമാതാവ് തമ്പുരാണ്ടിയും വാഴുക. ഉച്ചയ്ക്കൊരു കൂറ് വെട്ടും, ഉച്ചാതിരിഞ്ഞിരൂറ് വെട്ടും, പാകേറ് പടയേറ് വെട്ടും, ബാലിയത്തച്ഛൻ തിരുനാമം വാഴുക. കുട്ടവനച്ചന്തമ്പുരാന്റെ നാഗാമണികുട്ടി മുല്ല വാഴുക, നാഗാമണികുട്ടി മുല്ലക്കിൽ ഊതുമ്പോൾ കൊടിതോളും ചവിട്ടുമ്പോൾ വെണ്ണ ഒഴുക്കുന്ന അഞ്ചേവാനെന്ന കാളി കരിങ്കല്ലിന്റെ ഉൾനാളത്തിൽ നിന്നും മൊഴികളാർന്നുത്ഭവിച്ചോരു ദൈവം 4 ഗണപതി 2 ഊരുടെ ബ്രഹ്മൻ ബ്രഹ്മരക്ഷസ് വേട്ടേക്കഴകിയ വേട്ടേക്കൊരു മകന് അന്തിമാകാളൻ പൂക്കോട്ട് സ്വാമി വാളും മേലമ്മ അറയിൽ ഭഗവതി വീരഭദ്രൻ കാളി കൊടുങ്കാളിയും വാഴുക.
അതിമാളത്തിലമ്മ ഭഗവതി ലോകമാതാവ് തമ്പുരാട്ടിയും വാഴുക. കല്ലിരിക്കുന്നാഴെ മതിലിക്കും പുറമേ പടിയാലപടി കൂട്ടിയിരിക്കുന്ന 4 വീട്ടിൽ തെളിഞ്ഞ മുന്നം മുതലടക്കുള്ള തറവാട് പേരും പെരുവിയുള്ള തറവാടായിരിക്കുന്നല്ലോ. ആറ്റത്ത് പറമ്പിൽ വാഴുന്ന താനില്ലെന്നറിയുടെ നല്ലൊരു തറവാടും വാഴുകേ. പണ്ട് 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 പണ്ടേക്കും പണ്ടേ മൺമറഞ്ഞു പോയ വായുകാർന്നവന്മാരും വാഴുക. വായുകാർന്നവന്മാരുടെ കാലത്ത് പെറ്റെടുത്തു പണി വളർത്തിയ ഇഷ്ണേപ്പനെന്ന മുത്തച്ഛനും വാഴുക. മുത്തച്ഛൻ വിശ്വസിച്ചു പോന്നിട്ടുള്ള 21,000 മടവതി ദേവാമൂർത്തികളും വാഴുക. 32 തൃത്തല 64 തൃക്കൈ അടിക്ക് 6,000 പാമ്പ് മുടിക്ക് 3,000 പാമ്പണിഞ്ഞ മകനെ, അച്ഛന്റെ മകനെ, കോപത്തിൽ വലിയ മകനെ, കൊങ്ങാട്ടരുളുന്ന മഹാവിരുത് വീരഭദ്രസ്വാമി വാഴുക. പരമേശ്വരന്റെ വീരത്തിൽ നേരത്ത് അച്ഛൻ ശ്രീ പരമേശ്വരന്റെ 3 വാരമെന്ന തൃക്കണ്ണിൽ നിന്നും പാല് പോലെ പൊട്ടി വളങ്ങുപോലെ ഉരുതിരിഞ്ഞോര് മകളെ രുതിരാഭയങ്കര ശ്രീ ഭദ്രകാളി വാഴുക. കണ്ടത്തിൽ പൊട്ടി പറന്നു ഒരു മകനെ മഹാകണ്ഠാകരണനും വാഴുക. ബ്രഹ്മരക്ഷസ് വാഴുക. കരിനാഗമണിനാഗങ്ങൾ വാഴുക. നാഗേച്ചി നാഗരാജാവും വാഴുക. തണ്ണനും മുണ്ടനും വാഴുക. വെള്ളരി കൂർവൻ മുത്തുള്ള ആടങ്കുലമൊന്നായ അടിയും വാഴുക. വിഷ്ണുവിന്റെ വായത്താലും അച്ഛൻ ശ്രീ പരമേശ്വരന്റെ ബീജത്താലും പിറന്നോരു മകനെ അതുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുവായ ചാത്തനും വാഴുക. കൂട്ടുകെട്ട് ചങ്ങാടത്തങ്ങളായി മനസ്സും കൽമന പീഡ വൈരാഗ്യങ്ങൾ വയ്ക്കാതെ കണ്ടു സന്തതിയെ രക്ഷിപ്പാനും നിറവാട് കാക്കുവാനും തുള്ളാത്ത മണിമാർ തുള്ളിപ്പിക്കുവാനും ഒഴിയാത്തതല്ല ആട്ടുമാട്ടുമാരണങ്ങളൊക്കെ തല്ലി ചൊല്ലിയൊഴിപ്പിക്കുവാനും എഴുന്നരക്കിലെ കുളിച്ചു നോറ്റും മാറ്റും പകർന്നെടുത്തു. വിഷ്ണുകണിയാളരുടെ വലം കയ്യാറെ വെച്ചു ഒരു കലശവും കണ്ടിച്ചു. ഇളതേ നടുക്കളത്തിൽ കാട്ടിത്തെളിച്ചു പൂജിച്ചു. വലഭാഗ വെച്ചു ഒരു മാറ്റും പീഠം തിരുവായുധങ്ങളും വിത്തും വെള്ളരി പായസപ്പഴക്കനികളൊക്കെ കണ്ടു കേട്ടിടുന്നുള്ളണം. കല്ലുമുല്ല പാരമ്പര്യദൈവങ്ങളെ അതുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുവായ ചാത്തനോ ഇഷ്ണേപനെന്ന മുത്തച്ഛനും എന്നാക്കൂ. കേട്ടാലും കേട്ടു കേട്ടു ചെവി തുറന്നൊന്ന് കേൾക്കുക. തിരുമനം കൊണ്ടുണരുക. കണ്ടേയുണ്ടേ അടിവിലാസുഞ്ചിരി കൈക്കൊള്ളേണം. പടയ്ക്കും കുടയ്ക്കും അഴകിയ പടയുടെ 18 മലവാഴി ഉണ്ടയ്യ ദൈവങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ. ആയാതിനകത്ത് ഇന്ദ്രാലോകം വാഴുക. മന്ത്രാലോകം വാഴുക. ദേവലോകം വാഴുക. ശ്രീ കൈലാസം വാഴുക. അച്ഛൻ ശ്രീ പരമശിവനും വാഴുക. സത്യസ്വരൂപിണി പാർവതി മാതാവും വാഴുക. ആയതിനകത്ത് ആയിരിക്കുന്ന ശക്തിക്കുന്ന് ചെറുമാൻ കുന്ന് വാഴുക. ചെമ്പരത്തിക്കുന്ന് വാഴുക. കൂളിക്കുന്ന് കാട്ടകം വാഴുക. കൂളിക്കുന്ന് കാട്ടകത്തെ ആദിമകൾ കാട്ടാളത്തി കൂളിവാക എന്ന ചെറുവള്ളോത്തി പെണ്ണുവെൺകിടാവും വാഴുക. അന്നേരത്തവളായി വയ്ക്കുന്നു 19 എന്ന
ഇളം വയസ്സുകാല പ്രായത്തിൽ മാറും മുലയും വന്ന് കെട്ടിയത് രണ്ടു കരയിരിക്കുന്ന നേരത്ത് ഭൂമിയിൽ വെല്ലടി വെട്ടിവന്മാരി മഴകളെ പെയ്തു, പുത്തിടി വെട്ടി മുതുമാരി മഴകളൊക്കെ പെയ്തു. വണ്ടു തുമ്പി സമുദ്രാദികൾ ചേക്കളച്ചു. അന്നേരത്ത് ശ്രീകൈലാസത്ത് അച്ഛൻ ശ്രീപരമശിവനായിരിക്കുന്നു പാർവതിയെ വിളിച്ചു പറഞ്ഞു. കണ്ടില്ല കേട്ടില്ല പാർവതി, ഭൂമിയിൽ വെല്ലടി വെട്ടിവന്മാരി മഴകളും പെയ്തല്ലോ, പുത്തിടി വെട്ടി പുതുമാരി മഴകളൊക്കെ പെയ്തു. ഇതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ ഒരു നാളത്തെ നായാട്ടിനായി വഴി പോകണമായിരേ പറഞ്ഞു. അച്ഛൻ ശ്രീ പരമശിവനായിരിക്കുന്ന ഗംഗയിൽ പോയി ഗുരുദേവാരിതങ്ങളൊക്കെ കഴിഞ്ഞു വാണികൊട്ടി നിത്യപൂജ പ്രസന്ന പൂജകളൊക്കെ കൈവഴങ്ങി പാർവതിയോടണിയുടെ യാത്രയും കൈവഴങ്ങി ശ്രീകൈലാസത്ത് നിന്ന് പകൽ പിറന്ന നായാട്ടിനായ വഴിയാല വഴി പോരുന്ന കാലത്ത് ണ്ടല്ലോ പാർവതി മാതാവ് അച്ഛനോടും പറഞ്ഞു. കേട്ടുകൊണ്ടാലും അച്ഛ ശ്രീ പരമേശ്വര തിരുവടിയാണ് നല്ലച്ഛ, നിങ്ങളല്ലേ ഇന്ന് പകൽ പിറന്ന പള്ളിവേട്ട പകൽ നായാട്ടിന് വഴി പോയി എന്ന് വന്നാലേ എന്ന് കൈലാസത്തേക്ക് തിരിച്ചു വരും. ആയുധനെ കേൾക്കുമ്പോ പരമേശ്വര ഭഗവാനും പറഞ്ഞു, എടി മോളെ പാർവതി മാതാവേ, കേട്ടുകൊണ്ടാലും ഞാനിന്ന് പോയി പകൽ പിറന്ന പള്ളിവേട്ട പകൽ നായാട്ടുകളൊക്കെ കഴിഞ്ഞു എന്ന് വന്നാലേ നാളെ വന്നിരിക്കാം. അടി പാർവതിയെ, നാളെയാണ് പള്ളിവേട്ട പകൽ നായാട്ടുകളൊക്കെ കഴിഞ്ഞു എന്ന് വന്നാലേ മറ്റന്നാൾ വന്നിരിക്കാമെന്നും പറഞ്ഞു പരമേശ്വര ഭഗവാനല്ലേ. വെള്ളിച്ചിങ്ങം പൊന്നിൻ മോറുതരാതന്റെ പുറത്ത് ചാടേകരമുണ്ടു. അമ്മ പാർവതി മാതാവിനോട് അണിയുടെ യാത്രയും കൈവഴങ്ങി കൈലാസം കടക്കുന്നുണ്ട്. 10 മാനമെന്ന പൊന്നുമ്പോർ പടിയുടെ കടന്നു, വെള്ളി തകലിടിച്ച തിരുമുറ്റം കടന്നു. ഓടപ്രകാശം വഴിമണ്ടുന്നുണ്ട്, വണ്ടപ്രകാശം വഴിമണ്ടി അത്തിക്കുന്ന് ചെത്തിക്കുന്ന് ചെമ്പരത്തിക്കുന്ന് ചെറുമാൻ കുന്നുകളൊക്കെ ഇടകടന്നു വേഗം തന്നെ പരമേശ്വര ഭഗവാനായിരിക്കുന്നല്ലോ. മുടങ്ങി കിടക്കുന്ന പള്ളിവേട്ട പകൽ നായാട്ടിനായി അങ്ങനെ വഴിയാല വഴി പോകുന്നൊരു കാലം കൈലാസനാഥനായിരിക്കുന്നു ഒരു നാളത്തെ പകൽ പിറന്ന പള്ളിവേട്ട പകൽ നായാട്ടിന് വഴി ചെല്ലുമ്പോ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച ചണ്ണക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങ് ഉമലക്കിഴങ്ങ് എന്നിങ്ങനെയുള്ള കുലയാട്ട് സാധനങ്ങളൊക്കെ അവരുടെ കൂനന്നരിവാളാല് കൂളിവാകപ്പെണ്ണ് 2 വെട്ട് വെട്ടുന്നുണ്ട്. 3 മുറിയാക്കുന്നു. ഒരു നേരത്ത് അവളുടെ കോരാൻകൊട്ടയിൽ നിറവ് ചെയ്തു. ആ കുട്ടയെടുത്ത് നടന്നുകൂടാൻ കഴിയാതെ കണ്ട് കൂളിവാകപ്പെണ്ണ് ഇളം വരിക്കപ്ലാവിന്റെ വളർകൊമ്പും പിടിച്ചു നിലനിൽക്കുമ്പോ അച്ഛൻ പരമേശ്വരനായിരിക്കുന്നു ഒരു നാളത്തെ പകൽ പിറന്ന പള്ളിവേട്ട പകൽ നായാട്ടിന് ഭൂമി ലോകത്തോടെ ചെല്ലുമ്പോ ആദിഗതിമകൾ കാട്ടാളത്തി എന്ന കൂളിവാകപ്പെണ്ണിനെ കാണുമ്പോ അന്നേരം മാനാണോ പയിലാണോ അറയന്നമോ പിടയന്നമോ എന്നറിയാതെ കണ്ട് അമ്പെയ്യുവാനും കുലപ്പെടുത്തുവാനും ചെല്ലുമ്പോ ആദിയത്തികരിമകൾ കാട്ടാളത്തി എന്ന കൂളിവാകപ്പെണ്ണ് പറഞ്ഞു. കേട്ടുകൊണ്ടാലും അച്ഛ പരമേശ്വര ഭഗവാനെ പെണ്ണിനെ കൊല്ലല്ലേ, പെൺശാമങ്കയ്യേൽക്കല്ലേ ആയതിനെ കേട്ടറിയുമ്പോ കൂളിവാകപ്പെണ്ണിന്റെ കേശാദിപാദം വരെ കൈലാസനാഥൻ അച്ഛൻ പരമേശ്വരൻ ആകപ്പാട് നോക്കുന്ന ഒരു നേരത്ത് കൂളിവാകപ്പെണ്ണിന്റെ അടിയഴക് കാണുന്നുണ്ട്. മുടിയഴക് കണ്ടു, തത്തമ്മച്ചുണ്ട് പവിഴപ്പല്ലഴകും കണ്ടു. അന്നേരം കൈലാസനാഥന് കൂളിവാകപ്പെണ്ണിന്റെ മെയ്യഴകുകൾ കാണുമ്പോ അന്നേരം കാമമോഹങ്ങളും ദാഹമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അന്നേരം
നെയ്യൊന്നെടുത്തു വന്നാട്ട് നിന്നോട് തോന്നിയ ആശാമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ ഒന്ന് തീർക്കട്ടെ എന്നും പറഞ്ഞു കൂടിവാക പെണ്ണിന്റെ അരികിലേക്ക് കൈലാസനാഥൻ വേഗം തന്നെ നിമിരം ചെല്ലുന്നു ഒരു കാലം. ായിരിക്കുന്നല്ലോ കൂടിവാക പെണ്ണും പറഞ്ഞു വല്ലയോ പരമേശ നല്ലച്ഛ അച്ഛനായിരിക്കുന്നു കൈലാസത്തെ ബ്രഹ്മകുലം തിരുപടി നല്ലച്ഛനല്ലേ ഞാനായിരിക്കുന്നു ആദ്യത്തെ കാട്ടാളത്തിൽ